18 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു. ജോൺ ബ്രദർ പറഞ്ഞു 2025 പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം കടബാധയിൽ നിന്ന് പൂർണ്ണ വിടുതലാകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എനിക്കൊരു റോസ് കളർ പെയിന്റ് അടിച്ച ഒരു വീടിന്റെ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. ഇത്രയും ലക്ഷം കൊടുത്ത് നമുക്ക് വീട് വാങ്ങാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. ഇടുക്ക് വഴി കൂടെ നീ കടക്കാൻ ശ്രമിക്കതേ, ഞാൻ നിന്റെ കൂടെ ഇല്ല, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് പറയാൻ തുടങ്ങി. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണത്. ദൈവം എന്താ തരുമെന്ന് നമ്മൾ പറയരുത്, എന്താ ചെയ്യാതിരിക്കാന്നേ നമ്മൾ ആലോചിക്കാൻ പാടും. നമ്മുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ സവിത സിസ്റ്ററാണ്. സിസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു നന്മയെക്കുറിച്ച് പറയാനാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഭവനം നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം പല വഴികൾ തുറന്ന് തന്നെ നടത്തിയൊരു സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ ആയിരിക്കുന്നത്. സവിത സിസ്റ്ററെ പറയാമോ, എത്ര നാളുകൊണ്ട് നമ്മുടെ ചർച്ചിൽ വരുന്നുണ്ട്? 2018 മുതലാണ് വരാൻ തുടങ്ങിയത്. 2018 തൊട്ട് വരുന്നുണ്ട്. എവിടെ നിന്നാണ് സിസ്റ്റർ വരുന്നത്? ഞാൻ കല്ലടിക്കോടുന്നാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിന് വരാനിടയായത്? അത് ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയാണ് നിർബന്ധിച്ചിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫാണ് സന്ധ്യ സിസ്റ്റർ എന്ന് പറയും. തൃശ്ശൂർ ചർച്ചയിലാണ് അവൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് വീട് 18 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. ബാങ്കുകാരെ കൊണ്ടും പിന്നെ ലോണും കാര്യങ്ങളൊക്കെ വളരെ പ്രയാസത്തിലായിരുന്നു. എത്ര വർഷം വാടകയ്ക്കായിരുന്നു പറഞ്ഞേ? 18 വർഷം വാടകയ്ക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2024 ഞങ്ങൾക്ക് പാലക്കാട് തന്നെ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ജോൺ ബ്രദർ പറഞ്ഞു 2025 പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം മറ്റേ കടബാധയിൽ നിന്ന് പൂർണ്ണ വിടുതലാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കരഞ്ഞുകൊണ്ടായിരുന്നെങ്കിലും ബ്രദർ അങ്ങനെ പറഞ്ഞ കാര്യം ഞാനത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങള് അങ്ങനെ അന്ന് അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ 6 മണിയോടെ പുറത്തേക്ക് വന്നപ്പോൾ ബോക്കർ വന്ന് പറഞ്ഞു ഇതുപോലെ ഒരു വീട് സ്ഥലമുണ്ട്, നിങ്ങൾ വന്ന് നോക്കണമെന്ന് ചോദിച്ച്. അതിന്റെ മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എനിക്കൊരു റോസ് കളർ പെയിന്റ് അടിച്ച ഒരു വീടിന്റെ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. അത് 1-2 വട്ടമല്ല, ഒരു 2-3 പ്രാവശ്യം എന്നെ തോന്നിപ്പിച്ചു. പിന്നെ ഞാൻ ആ വീടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടതാണ്. ആദ്യം ഞാൻ ആ വീടിന്റെ കളറ് ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ വേണ്ട ഇത്രയും 13-14 ലക്ഷം രൂപയോളം അവർ പറയുന്നുണ്ട്. ഇത്രയും ലക്ഷം കൊടുത്ത് നമുക്ക് വീട് വാങ്ങാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ തന്ന പ്ലെയിനും കളറല്ലേ, നിനക്ക് ഇതെന്താ നീ വിട്ടിട്ട് നീ പോണത്? അപ്പൊ ഇടുക്ക് വഴി കൂടെ നീ കടക്കാൻ ശ്രമിക്കതേ, ഞാൻ നിന്റെ കൂടെ ഇല്ല, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് പറയാൻ തുടങ്ങി. ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ ബാങ്കിൽ പോയിട്ട് എൻ്റെ മോളുടെ ഒരു ഫണ്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കുറച്ച് പൈസ കൂട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ 5000 രൂപ തരാമെന്ന് പറഞ്ഞ് 5000 രൂപ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു എഗ്രിമെൻ്റ് എഴുതി. പിന്നെ ഈ മാസം 18 ആഗസ്റ്റ് 18 രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. ഒരു കട ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലം വീട് കയ്യിലേക്ക് ദൈവം കൊണ്ടുതന്നു. ഒരു കടവും ഇല്ലാതെ തന്നെ ആ വീട് കൈകളിലേക്ക് വന്നു ചേർന്നു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ ഒരു ദർശനം കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്നല്ല പലവട്ടം സിസ്റ്ററിൻ്റെ അകത്ത് ഒരു റോസ് പെയിന്റ് അടിച്ചൊരു വീട് ദർശനത്തിൽ കാണുമായിരുന്നു. അതുപോലെ തന്നെ ജോൺ ബ്രദർ പറഞ്ഞിരുന്നു 2024 നടന്ന പബ്ലിക് മീറ്റിംഗിൽ 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്നാൽ സവിത സിസ്റ്ററിന്റെ വിശ്വാസം വലുതായിരുന്നു, അത് അങ്ങനെ തന്നെ ഏറ്റെടുത്തു. ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് കടമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് ലഭിച്ചെന്നാണ്. ഈ മാസം 18 തീയതി അതിന്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുകയാണ്. കരങ്ങൾ അടിച്ചു ചേർന്ന് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തേ. സിസ്റ്ററെ, വലിയ കാര്യമാണ് കർത്താവ് ചെയ്തത്. പിന്നെ വേറൊരു സാക്ഷ്യം കൂടി ഉണ്ട് ബ്രദർ, എഴുതിയിട്ടില്ല. എനിക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ഗ്യാസ് കൊണ്ടുവന്നു. അപ്പൊ ചേച്ചിയുടെ മകള് വീട്ടിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് അവിടുന്ന് വേറെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ പണിക്ക് പോയിരുന്നായിരുന്നു. അപ്പൊ വീട്ടിലാരും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ രാവിലെ പുലർച്ചെ എണീച്ചിട്ട് ചായ വെക്കാൻ നോക്കിയതാണ്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. പക്ഷെ ഇവള് 3 മണിക്ക് എണീച്ചിട്ട് ഗ്യാസ് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുക. ഇതെനിക്ക് അറിയില്ല, മൂക്കടപ്പ് കാരണം കൊണ്ട് അതിന്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ അന്ന് 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയിട്ട്. അതുകൊണ്ട് ഒരുപാട് നേരം അടിച്ചു നോക്കിയിട്ട് ഇത് കത്തണില്ല. അപ്പൊ
വീട്ടിലുള്ള അമ്മച്ചി രാവിലെ പാല് കറക്കാൻ വേണ്ടി വരും. അവർക്ക് ഗ്യാസിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ പോയി പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോക്കാന്ന് പറഞ്ഞപ്പോൾ വീട് മുഴുവനും ഗ്യാസ് ഫ്രെഡായി കിടക്കുകയാണ്. ഇത് ഞാൻ കത്തിക്കുന്നതും വെടിക്കുന്നതും ഒരുപോലെ ആയിരിക്കും. അപ്പൊ എന്നെ അമ്മച്ചി വേഗം പുറത്താക്കിയിട്ട് വാതിലൊക്കെ തുറന്ന് ജനവാലൊക്കെ തുറന്നിട്ടിട്ട് പറഞ്ഞ് ഇത് എത്ര നേരം ഗ്യാസ് ഇങ്ങനെ തുറന്ന് കിടന്നിട്ട്. അതിന്റെ ശേഷം വീണ്ടും ഞാൻ അതേ സിലിണ്ടർ കൊണ്ട് അടിച്ച് ഗ്യാസൊക്കെ പോയതിന്റെ ശേഷം അടിച്ചു നോക്കിയപ്പോ പിന്നെ പാകം പോലെ കത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് കേടായിരിക്കും എന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ നോക്കിയതാണ്. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണത്. സിസ്റ്റർ പറയുന്നത് വലിയൊരു അപകടമാണ് സംഭവിക്കാനിരുന്നത്. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് കരുതി. ബൈബിൾ പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളെ പരിപാലിക്കുന്നവൻ അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, രാവും പകലും നമ്മെ പരിരക്ഷിക്കുന്ന ഒരു നല്ല സ്വർഗ്ഗമാണ് ഉള്ളത്. സിസ്റ്റർ യേശുവിനെ വിശ്വസിച്ചു, ജീസസ് വേൾഡിൽ കടന്നു വന്നു, ആരാധിച്ചു. ഒരിക്കലും തകർന്നു പോകാനുള്ളൊരു സാഹചര്യം ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മുടെ നടുവിലിരുന്ന് സാക്ഷ്യം പറയുന്നത്. ഒത്തിരി കടങ്ങളും ഉണ്ടായിരുന്നു അല്ലേ സിസ്റ്റർ? 7 ലക്ഷത്തിന് മുകളിൽ കടം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എവിടെ ചെന്നാലും ഞങ്ങളിങ്ങനെ പരിഹാസിച്ച ആൾക്കാർ പറയത്തുള്ളൂ, ഒന്നുമില്ലാത്ത നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വീട് വാങ്ങുമോ, സ്ഥലം വയ്ക്കുക. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 3 സെന്റ് സ്ഥലം വാങ്ങാൻ. അത്രയ്ക്ക് മതി യേശുവേ. ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഹസ്ബൻഡ് പോയാലും മക്കൾ 3 പേര് തെരുവിലായി എന്നാരും പറയില്ലല്ലോ. അങ്ങനെ ദൈവം എനിക്ക് എങ്ങനെ കിട്ടിയത്, എവിടെ നിന്ന് കിട്ടിയതൊന്നും എനിക്ക് പറയാം. പക്ഷെ അത് എൻ്റെ ദൈവം അല്ലാണ്ട് വേറെ ആരും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. 15 ലക്ഷം രൂപയുടെ സ്ഥലം ഇന്ന് 14 ലക്ഷത്തിന് രജിസ്ട്രേഷനാണ് ഈ 18-ാം തീയതി. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം. എൻ്റെ മക്കൾക്ക് ഒരുപാട് വിടുതൽ തന്നിട്ടുണ്ട്. ദൈവം എന്താ തരുമെന്ന് നമ്മൾ പറയരുത്, എന്താ ചെയ്യാതിരിക്കാന്നേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. അപ്പൊ എൻ്റെ വീട്ടിൽ ദൈവത്തെ ആ കർത്താവിൻ്റെ ഒരുപാട് സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് അനേക വ്യക്തികളെ ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരും. എൻ്റെ ദൈവം എന്നെ കൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ ചെയ്തു തീർക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നാളെ ഞാൻ ഇവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ടെൻഡൻസി കൂടി എനിക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ താഴ്മയോടെ അനേകരോട് സിസ്റ്റർ സവിത സിസ്റ്റർ തൻ്റെ സാക്ഷ്യം പറയുകയും അത് അനേകരെ ബലപ്പെടുത്തുകയും ചെയ്തു. അനേകരെയും കൊണ്ടാണ് സിസ്റ്റർ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എൻ്റെ കടഭാരങ്ങൾ മാറ്റി 15 ലക്ഷം രൂപയുടെ ഭവനം 14 ലക്ഷം രൂപയ്ക്ക് തനിക്കൊരു കടമില്ലാതെ അത് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ഒത്തിരി വലുതാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ വേറെ ഒരു നാമവും തന്നിട്ടില്ല. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് വചനം പറയുന്നു. സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ കടന്നു വരികയും ജോൺ ബേറിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി അനേകമായിരം സാക്ഷ്യങ്ങൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാനിടയായി. നമ്മുടെ ജീവിതത്തിലെല്ലാം അതൊരു വലിയ ഉറപ്പും പ്രത്യാശയുമായി തീരട്ടെ.